രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തിരിച്ചടി. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞില്ല. വിശദമായ വാദം തിങ്കളാഴ്ച. ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ താൽക്കാലിക ആശ്വാസം. രാഹുലിന് കവചമൊരുക്കുന്നത് കോൺഗ്രസ് എന്ന മുഖ്യമന്ത്രി. അതിജീവിതയെ അപമാനിച്ച രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു. ഉന്നതരെ തൊടാതെ SIT. ഇപ്പോഴും സുരക്ഷിതരായ KP ശങ്കർദാസും N വിജയകുമാറും. പത്മകുമാറിന്റെ മൊഴികളിന്മേലും തുടർ നടപടിയില്ല. പശ്ചിമബംഗാളിൽ ബാബറി മസ്ജിദ് നിർമ്മാണം തറക്കല്ലിടൽ. തൃണമൂൽ MLA ഹുമയൂൺ കബീറിന്റെ മേൽനോട്ടത്തിൽ. മുർഷിദാബാദിൽ സംഘർഷ സാധ്യത. തിരുപ്രംകുണ്ട്രം ക്ഷേത്ര വിവാദത്തിൽ DMKക്കെതിരെ ആഞ്ഞടിച്ച് K അണ്ണാമലൈ. ക്ഷേത്രക്കുന്ന് മുസ്ലിം മതമൗലികവാദികൾക്ക് തീരെഴുതിയെന്ന ആരോപണം. മുസ്ലിങ്ങൾക്ക് വേണ്ടി സിക്കന്ദർ കുന്നെന്ന് പുനർനാമകരണം ചെയ്തുവെന്നും അണ്ണാമലൈ. ഇൻഡിഗോയിൽ പ്രതിസന്ധി രൂക്ഷം. പ്രശ്നം പരിഹരിക്കാൻ 10 ദിവസം കൂടി വേണ്ടിവരുമെന്ന വിമാന കമ്പനി. 1000-നടുത്ത് വിമാനങ്ങൾ റദ്ദാക്കും. തിരുവനന്തപുരത്തും കരിപ്പൂരിലും കണ്ണൂരും ഇൻഡിഗോ വിമാനങ്ങൾ പറക്കുന്നില്ല. ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ കർശന നടപടിയുമായി കേന്ദ്രം. കരാർ കമ്പനിക്ക് താൽക്കാലിക വിലക്കും കാരണം കാണിക്കൽ നോട്ടീസും. കൊല്ലം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം. കൊട്ടിയത്തെ ഉയരപ്പാത ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ ജനം TVക്ക്. ആദ്യം തന്നെ പോകുന്നത് ശബരിമലയിലേക്കാണ്. ജനം TV പ്രത്യേക അന്വേഷണ പരമ്പര വിറ്റുവോ വിശ്വാസം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസിലേക്കും N വിജയകുമാറിലേക്കും നീട്ടാതെ പ്രത്യേക അന്വേഷണ സംഘം. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി വിട്ടതിനപ്പുറത്തേക്ക് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് ഇതുവരെയും SIT നീങ്ങിയിട്ടില്ല. ശബരിമല സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് A പത്മകുമാർ മൊഴി നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ നൽകിയ മൊഴി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ്. എന്നാൽ അന്വേഷണം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസിലേക്കും N വിജയകുമാറിലേക്കും നീട്ടാതെ ഒളിച്ചു കളിക്കുകയാണ് SIT. നേരത്തെ തന്നെ ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും കടന്നിട്ടില്ല. ശങ്കർദാസിനെയും വിജയകുമാറിനെയും മാപ്പുസാക്ഷികളാക്കിയേക്കുമെന്നും സൂചനകളുണ്ട്. എല്ലാം പത്മകുമാറാണ് ചെയ്തതെന്നും സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്നുമാണ് ഇരുവരും മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരാണ് പത്മകുമാറിന്റെ മൊഴി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തനിക്കൊപ്പം മറ്റ് ബോർഡംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് പത്മകുമാർ പറയുന്നത്. ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ബോർഡംഗങ്ങൾക്കറിയാമായിരുന്നു. അംഗങ്ങൾ ഒരു ഘട്ടത്തിലും വീഴ്ച ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അംഗങ്ങൾ അറിയാതെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും പത്മകുമാർ നിലപാട് സ്വീകരിക്കുന്നു. ജനം, തിരുവനന്തപുരം. തീവ്ര മുസ്ലിങ്ങൾക്കായി തമിഴ്നാട്ടിലെ തിരുപ്പുറംകുണ്ട്രം കുന്നിനെ സിക്കന്ദർ കുന്നെന്ന് DMK സർക്കാർ പുനർനാമകരണം ചെയ്തതായി BJP നേതാവ് K അണ്ണാമലൈ. സ്റ്റാലിൻ സർക്കാർ ന്യൂനപക്ഷ രാഷ്ട്രീയം പയറ്റുകയാണ്. നിയമലംഘനങ്ങൾക്ക് മുഖ്യമന്ത്രി കുടപിടിക്കുന്നതായും അണ്ണാമലൈ തുറന്നടിച്ചു. DMK സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ നിലപാടുകളും പ്രവൃത്തികളും ചൂണ്ടിക്കാട്ടുകയാണ് BJP തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ. രാമനാഥപുരം MP നേരിട്ടെത്തിയാണ് തിരുപ്പുറക്കുണ്ട്രം കുന്നിനെ സിക്കന്ദർ കുന്നായി പുനർനാമകരണം ചെയ്തത്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. വോട്ടുബാങ്ക് രാഷ്ട്രീയമാണ് സർക്കാർ പയറ്റുന്നതെന്നും അണ്ണാമലൈ തുറന്നടിച്ചു. We have to understand Tiruppuramkundram, which is the holy abode of Lord Muruga, one of the 6 abodes of Lord Muruga, is in trouble now only because of DMK government. In the last 1 year, if you look at the DMK government's record, they allowed a fringe Muslim group to rename the hill as Sikandar Hill. They were waiting and watching. They allowed fringe Muslim Islamic groups to take goats and hens to the top of that hill, cut it there. They allowed it. They allowed a sitting MP from Ramanathapuram. സനാതനധർമ്മത്തോട് തമിഴ്നാട്ടിലെ DMK സർക്കാരിന്റെ സമീപനം ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. വൈറസ് പോലെയാണ് സനാതനധർമ്മമെന്നും എന്നേക്കുമായി സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്നും ഉദയനിധി സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ബാക്കിപത്രമാണ് തിരുപ്പുറംകുണ്ട്രത്ത് സംഭവിച്ചതെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു.
ജനം, ഡൽഹി. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച കേന്ദ്ര സർക്കാർ. ശിവാലയ കരാർ കമ്പനിക്ക് 1 മാസത്തേക്ക് വിലക്കേർപ്പെടുത്തി. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് അനുസരിച്ച് കരാർ കമ്പനിക്കെതിരെ കർശന നടപടി ഉണ്ടായേക്കും. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തെ ഏറെ ഗൗരവത്തോടെ കണ്ടാണ് കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചത്. ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ കമ്പനിയായ ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള ശിവാലയ കൺസ്ട്രക്ഷന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിക്കൊണ്ട് 1 മാസത്തേക്ക് വിലക്കേർപ്പെടുത്തി. കാൺപൂർ IIT പ്രൊഫസർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘം അപകട സ്ഥലം പരിശോധിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരാർ കമ്പനിക്കെതിരെ കർശന നടപടികളുണ്ടാകും. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവും തുടങ്ങി. 31 കിലോമീറ്റർ ദൂരം വരുന്ന കടമ്പാട്ടുകോണം കൊല്ലം സ്ട്രെച്ചിലാണ് ഇന്നലെ അപകടമുണ്ടായത്. സംഭവത്തിൽ കരാർ കമ്പനിയുടെ പ്രൊജക്ട് മാനേജറെയും റെസിഡന്റ് എഞ്ചിനീയറെയും ഇതിനോടകം മാറ്റിയിട്ടുണ്ട്. മണ്ണ് പരിശോധനയിലും അടിസ്ഥാന നിർമ്മാണത്തിലും വീഴ്ചയുണ്ടായെന്നാണ് വിദഗ്ധ സമിതിയുടെ പ്രാഥമിക നിഗമനം. നേരത്തെ മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിലും കേന്ദ്ര ഗതാഗത മന്ത്രാലയം കർശന നടപടി സ്വീകരിച്ചിരുന്നു. ജനം, ഡൽഹി. ദേശീയപാത നിർമ്മാണത്തിൽ കരാർ കമ്പനികൾ കാണിക്കുന്ന അനാസ്ഥ കാരണം വലിയ അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്നതിൽ നടപടി തുടരുകയാണ്. എത്രയും വേഗം പാത സുരക്ഷിതമായി പുനർനിർമ്മിക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റി നൽകിയ നിർദ്ദേശം. വൈകുന്നേരം ഒരു 4 മണി. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലൂടെ ഓടുന്ന തിരക്കേറിയ സമയത്താണ് വലിയൊരു ശബ്ദം കേട്ട് എല്ലാവരും ഓടിയെത്തുന്നത്. കൊട്ടിയം മൈലക്കാടാണ് നിർമ്മാണത്തിലിടുന്ന ദേശീയപാതയിൽ അപകടമുണ്ടായത്. സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞതാണോ? സർവീസ് റോഡും തകർന്നു. നിരവധി വാഹനങ്ങൾ ഈ സർവീസ് റോഡിൽ കുടുങ്ങിക്കിടന്നു. നാട്ടുകാരെത്തിയാണ് സ്കൂൾ വാഹനത്തിൽ നിന്നും കുട്ടികളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയത്. പിന്നീട് ഫയർഫോഴ്സും എത്തി. ഉയരപ്പാതയിൽ നിന്ന് സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞതാണത് അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടെന്നാണ് ആരോപണം. ഒരു മണ്ണ് പരിശോധന നടത്തതാണ് ഇവിടെ കൃഷി ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് വണ്ടിക്കാർ ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോയ സ്ഥലമാണ്. ഇത് വയലാണ്. അങ്ങ് അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ പിന്നെ അപ്പുറത്ത് ആറാണ്. ഇവിടെയാണ് ഇവർ ഈ റോഡ് പണി രാത്രി കൊണ്ട് തട്ടിക്കൂട്ടി ഒരു പരിപാടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അല്ല, വലിയൊരു അപകടമാണ് ഒഴിവായത്. വലിയൊരു അപകടം ഒഴിവായത്. ആ പിള്ളേർ ആ സ്കൂൾ വണ്ടി ആ സമയത്ത് ഇവിടെ എത്താതെ വേറെ സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് വണ്ടി വരാതിരുന്നതും വലിയൊരു രക്ഷപ്പാക്കുകയാണ്. അല്ലെങ്കിൽ വലിയൊരു ദുരിതമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഓടി വരുന്നത്. കാര്യം റോഡിൽ നിന്ന് തെന്നി മാറി നിൽക്കുന്നത് സ്കൂൾ ബസ്. അതുപോലെ ഒരു 26ഓളം പിള്ളേരുണ്ടായിരുന്നു. പൊടി കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്ക് അന്നേരമാണ് ഈ ഭീകരത മനസ്സിലായത്. മതിൽ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ അവിടുന്ന് വണ്ടി നിറക്കിയിട്ട് തൊട്ടടുത്തുള്ള ആ ഗ്രൗണ്ടിലോട്ട് അവിടെ മാറ്റി നിർത്തി. ആ സമയം കൊണ്ട് വണ്ടി ഒരു നല്ല രീതിയിൽ അങ്ങ് ചരിഞ്ഞു. ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പ്രോജക്റ്റ് ഡയറക്ടറും റീജിയണൽ ഓഫീസറും വരുന്നുണ്ട് NHൻ്റെ. അവരേതാണ്ട് ഒരു 15 മിനിറ്റിനകം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ അവരെത്തിക്കഴിഞ്ഞാൽ ഇത് സാങ്കേതികമായിട്ട് പിന്നെ ഇതിനെന്താ സംഭവിച്ചതെന്നുള്ളത് പറയും. കൂടാതെ ഇതിന് എന്താണ് പരിഹരിക്കാനുള്ള നടപടികൾ അവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതും കൂടി അവർ അനൗൺസ് ചെയ്യും. Getting it investigated पूरा in detail कि why this incident has taken place. ठीक है, and once we do so we'll get you the report. आप सबको पता चल जाएगा क्या कर रहे हैं हम लोग. But give us some time. हम लोग इसको investigate करके we'll get back to you on this thing. ഈ മണ്ണ് അടിയുറപ്പുള്ള മണ്ണല്ല. 20 വർഷത്തിന് മുമ്പ് ഒരു ഹൈവേയുടെ എക്സ്റ്റൻഷൻ വന്നു. കാര്യം നമ്മുടെ ഈ കലങ്ങ് ചെറിയ കലങ്ങായതുകൊണ്ട് ഈ കലങ്ങിന് വീതി കൂട്ടാൻ വേണ്ടി ഒരു എക്സ്റ്റൻഷൻ വന്നിരുന്നു. ആ എക്സ്റ്റൻഷൻ വന്നപ്പോൾ അന്ന് കൊടുത്ത കോൺട്രാക്റ്റ് ഇവിടെ ഈ സൈഡ് മൊത്തം മണ്ണിറക്കിയായിരുന്നു. ഈ മണ്ണിറക്കിയതിൻ്റെ ഫലമായിട്ട് ആ മണ്ണിറക്കി ഡോളർ ഓടിച്ചപ്പം ഈ മണ്ണ് പെയ്യ നീങ്ങി അങ്ങനെ ഉയർന്നു വന്നതാണ്. ആ നിൽക്കുന്ന തെങ്ങ് മുതൽ ഇങ്ങേ അറ്റം വരെ ഇത്രയും ഏതാണ്ട് ഒരു 30-40 സെൻറ്റുകളും ഈ മണ്ണിട്ടതിൻ്റെ ഫലമായിട്ട് ഈ മണ്ണ് നീങ്ങി അവിടെ ഉയർന്നു. ആ ഉയർന്നപ്പം ആ നിലം അവർ കരയാക്കി
പതിച്ചെടുത്ത് അവിടെ തെങ്ങ് വെച്ചു, അപ്പുറത്ത് കട വെച്ചു, ഇതെല്ലാം ചെയ്തത്. അപ്പം ഈ മണ്ണ് ഉറപ്പ് ഇല്ല എന്നുള്ളത് ഈ വർക്ക് എടുത്തവർക്ക് എല്ലാവർക്കും അറിയാം. ചതുപ്പ് പ്രദേശമാണിവിടം. കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു. കളക്ടറും ജനപ്രതിനിധികളുമടക്കം സ്ഥലത്തേക്കെത്തി. എത്രയും വേഗം പാത പുനർനിർമ്മിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി നിർദ്ദേശം നൽകി. സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചു. ഉയരപ്പാതയിലെ മണ്ണ് നീക്കുന്ന നടപടിക്രമങ്ങൾ തുടരുകയാണ്. പുനർനിർമ്മിക്കുന്ന ദേശീയപാതയിൽ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാനിരിക്കെ വിചാരണയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും നടൻ ദിലീപ് സന്ദേശം അയച്ചെന്ന പ്രോസിക്യൂഷൻ വാദമാണ് പുറത്തുവന്നത്. തെറ്റു ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നായിരുന്നു സന്ദേശം. ആകെ 10 പ്രതികളുള്ള കേസിൽ നടൻ ദിലീപ് 8ാം പ്രതിയാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് വിചാരണയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. നടി ആക്രമിക്കപ്പെട്ട് 5ാം ദിവസമായ 2017 ഫെബ്രുവരി 22-ന് ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് മെസ്സേജ് അയച്ചു എന്ന വിവരമാണ് പുറത്തുവന്നത്. തെറ്റ് ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ എന്നാണ് മെസ്സേജ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് മെസ്സേജ് അയച്ചിരുന്നു. അന്വേഷണം തന്നിലേക്കെത്തുമെന്ന് ഭയന്നാണ് മെസ്സേജ് അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. പൾസർ സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായെന്നും ഇതോടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മെസ്സേജ് അയച്ചതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയെന്നാണ് ദിലീപിന്റെ നിലപാട്. ആകെ 10 പ്രതികളുള്ള കേസിൽ നടൻ ദിലീപ് 8ാം പ്രതിയാണ്. കേരള മനസാക്ഷിയെ തന്നെ നടുക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. ജനം, കൊച്ചി. വികസിത ഭാരതത്തിനായി ദേശീയതയിൽ ഊന്നി സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുകയാണ് HRDS ഇന്ത്യ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ വിപ്ലവകാരി വീര സവർക്കറുടെ പേരിലുള്ളതാണ് പുരസ്കാരം. ഡിസംബർ 10 വൈകിട്ട് 3 ഡൽഹി NTMC കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ സമ്മാനിക്കും. വിപ്ലവകാരികളുടെ രാജകുമാരൻ, ഉറച്ച ദേശസ്നേഹത്തിന്റെ പ്രതീകം, വീരവിനായക ദാമോദര സവർക്കറുടെ പേരിൽ HRDS ഇന്ത്യ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് വിവിധ മേഖലകളിലായി വ്യക്തിമുദ്ര പതിപ്പിച്ച 10-ലധികം പേർ. കേരളത്തിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ, ആർഷവിദ്യാസമാജം സ്ഥാപകൻ ആചാര്യ KR മനോജ്, സംഗീതജ്ഞൻ M ജയചന്ദ്രൻ, മുൻ DGP ജേക്കബ് തോമസ്, അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി തുടങ്ങിയവരാണ് പുരസ്കാരത്തിന് അർഹരായത്. മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളും ന്യൂഡൽഹി MPയുമായ ബാൻസുരി സ്വരാജ്, UAEയിലെ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ BU അബ്ദുള്ള, സ്വിറ്റ്സർലൻഡിലെ സാമൂഹ്യ പ്രവർത്തക ഡയാന സുട്ടർ, അമേരിക്കൻ ടെക്നോളജിസ്റ്റ് ഒല പീറ്റേഴ്സൺ, അയർലൻഡിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തക പ്രിയങ്ക സിംഗ്, അമേരിക്കൻ സംരംഭക കാമി നേത്രാം തുടങ്ങിയവരും ദേശീയ അന്തർദേശീയ തലങ്ങളിലെ സംഭാവനകൾക്ക് ആദരിക്കപ്പെടുന്നു. ഈ മാസം 10 ഡൽഹി NDMC കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വീര സവർക്കർ ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡ് 2025 കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കേന്ദ്രമന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ, സാവിത്രി ഠാക്കൂർ തുടങ്ങിയ പ്രമുഖർ പരിപാടിയുടെ ഭാഗമാകും. ജനം, ഡൽഹി. കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ ചമനുള്ള തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു. IB ഉദ്യോഗസ്ഥൻ
ചമഞ്ഞ വീട്ടമ്മയിൽ നിന്ന് പണം തട്ടിയ കേസിൽ അറസ്റ്റിലായ വരാപ്പുഴ സ്വദേശി പ്രണവിന് പിന്നിൽ വൻ സംഘമെന്ന സംശയം. വരാപ്പുഴ സ്വദേശിനിൽ നിന്ന് 50,000 രൂപയായിരുന്നു തട്ടിയത്. സമാനമായ തട്ടിപ്പുകൾ വേറെയും നടന്നതായാണ് സൂചന. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴി പണം നഷ്ടപ്പെട്ട വീട്ടമ്മയുടെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു തട്ടിപ്പ്. ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഓൺലൈൻ ഫ്രോഡ് അക്കൗണ്ട് വഴി സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുകയും ഇതോടെ സ്ത്രീയുടെ അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടതോടെ തട്ടിപ്പ് ആരംഭിക്കുകയുമായിരുന്നു. തുടർന്ന് IB ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി സ്ത്രീയെ ബന്ധപ്പെട്ടു. കേസിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് 50,000 രൂപ കൈക്കലാക്കുകയായിരുന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണി തുടർന്നപ്പോഴാണ് സ്ത്രീ പോലീസിൽ പരാതിപ്പെട്ടത്. സ്ത്രീയുടെ പേരിൽ വ്യാജ ഐഡികൾ ഉണ്ടാക്കി കൂടുതൽ തട്ടിപ്പുകൾക്കും ശ്രമിച്ചിരുന്നു. ആൾമാറാട്ടം, വ്യാജരേഖ ചമക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സമാന തട്ടിപ്പുകൾ സംബന്ധിച്ച് ഇയാൾക്കെതിരെ വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോയിന്റ് ഡയറക്ടറാണെന്നും തന്റെ ഭാര്യാപിതാവിനും കുട്ടിക്കും സുഗമമായ ശബരിമല ദർശനവും പോലീസ് അകമ്പടിയും വേണമെന്നും പറഞ്ഞ് സന്നിധാനം SHOയെ വിളിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവം കഴിഞ്ഞ മാസം നടന്നിരുന്നു. ജനം, കൊച്ചി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA PV അൻവറിന് EDയുടെ നോട്ടീസ്. കൊച്ചിയിലെ ED ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസ്. നേരത്തെ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നോട്ടീസ്. PV അൻവർ ബിനാമി ഇടപാട് നടത്തിയെന്ന വിവരത്തിലാണ് ED അന്വേഷണം നടക്കുന്നത്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. 5 വർഷം കൊണ്ട് അൻവറിന്റെ വരുമാനം 14 കോടിയിൽ നിന്ന് 64 കോടിയായതിലാണ് ED അന്വേഷണം നടക്കുന്നത്. 5 വർഷം കൊണ്ട് സ്വത്തുക്കൾ 5 ഇരട്ടിയായതിൽ EDക്ക് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബിനാമികളിലേക്കും പണം നൽകിയവരിലേക്കും അന്വേഷണമുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നോട്ടീസ്. PMLA വകുപ്പ് പ്രകാരമാണ് നടപടി. കോറി ഇടപാടിലെ കള്ളപ്പണക്കേസിൽ PV അൻവറിനെ 2023 ജനുവരിയിൽ ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ദുരൂഹ ബിനാമി ഇടപാടുകളിൽ ED വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നത്. PV അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടന്ന ED റെയ്ഡിലായിരുന്നു ദുരൂഹ സാമ്പത്തിക ഇടപാടുകളും ബിനാമി ഇടപാടുകളും കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് കൊച്ചി ED ഓഫീസിലേക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഒരേ വസ്തു ഈടുവെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിരവധി ലോണുകൾ തരപ്പെടുത്തിയിരുന്നു. ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാമെന്ന് സംശയിക്കുന്ന 15 ബാങ്ക് അക്കൗണ്ട് രേഖകളും പിടിച്ചെടുത്തിരുന്നു. ജനം, കൊച്ചി. ലയണൽ മെസ്സി കേരളത്തിലെത്തുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്ന മറുപടിയുമായി മുഖ്യമന്ത്രി. തൃശൂർ പ്രസ് ക്ലബ്ബിൽ മീറ്റ് പ്രസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സ്പോൺസർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും അതേക്കുറിച്ച് അറിയില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. കായിക കേരളം ഏറ്റവും പ്രതീക്ഷയോടെ കണ്ടതാണ് മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു വാർത്ത. അത് ഏത് നിലയിലെത്തി, എവിടെയാണ്? എനിക്കറിയില്ല അതിനെപ്പറ്റി. സർക്കാർ തലത്തിൽ തന്നെ നേരിട്ട് എനിക്കിപ്പോൾ അതിനെപ്പറ്റി അറിയില്ല. സ്പോൺസറെ കണ്ടെത്തുന്നതിൽ വലിയ വീഴ്ച സർക്കാരിനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ. മുണ്ടൂരിൽ ഹോൺ മുഴക്കിയതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് 3 പേരെ കുത്തിയ പ്രതി പോലീസ് പിടിയിൽ. പേരാമംഗലം സ്വദേശി വടക്കൂട്ട് വീട്ടിൽ കൃഷ്ണകിഷോറിനെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 10 മണിക്കായിരുന്നു സംഭവം. കൈപ്പറമ്പ് ഗ്രൗണ്ടിൽ നിന്നും ബാഡ്മിന്റൺ കളിച്ചതിന് ശേഷം തിരിച്ചു വരികയായിരുന്ന അച്ഛനും മകനും സുഹൃത്തും ഉൾപ്പെടെയുള്ള 3 പേരെയാണ് പ്രതി കൃഷ്ണ കിഷോർ കുത്തിയത്. പേരാമംഗലം സ്വദേശി ബിനീഷ്, മകൻ അഭിനവ്, സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കായിരുന്നു കുത്തേറ്റത്. കുത്തേറ്റ അഭിജിത്ത് വാഹനം ഓവർടേക്ക് ചെയ്യുന്നതിനിടെ പ്രതിയായ കൃഷ്ണ കിഷോറുമായി തർക്കമുണ്ടാവുകയായിരുന്നു. തുടർന്ന് ആ വഴി വന്നിരുന്ന അഭിജിത്തിന്റെ സുഹൃത്തായ ബിനീഷും മകൻ അഭിനവും സംഭവത്തിൽ ഇടപെട്ടതോടെ പ്രതി കൃഷ്ണ കിഷോർ പ്രകോപിതനായി 3 പേരെയും കുത്തുകയായിരുന്നു. തുടർന്ന് സുഹൃത്തിന്റെ കാറിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിന്തുടർന്നതോടെ പ്രതി കൃഷ്ണ കിഷോർ സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ജനം, തൃശൂർ. RSS കണ്ണൂർ ജില്ലാ മുൻ വ്യവസ്ഥാ പ്രമുഖ നീലേശ്വരം പള്ളിക്കര സ്വദേശി KV അനന്തൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12-ന് ചാത്തമത്ത് പൊതുശ്മശാനത്തിൽ നടക്കും. ഭാനുമതിയാണ് ഭാര്യ. സുനിൽകുമാർ, പരേതനായ P സന്തോഷ് കുമാർ എന്നിവർ മക്കളാണ്. ഇനി കേരളം തദ്ദേശ പോരിലേക്ക്. തദ്ദേശകം 2025 co-powered by റീഗേറ്റ് ബിൽഡേഴ്സ് പ്രസൻസ് ലിൻഡൽ പാർക്ക് ആൻഡ് ലോറൽ ഹെവൻ. റീഗേറ്റ്, ബിൽഡിംഗ് ഓൺ ട്രഡിഷൻ.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ NDA മികച്ച വിജയം നേടുമെന്ന BJP നേതാവും ചലച്ചിത്ര നടിയുമായ ഖുശ്ബു സുന്ദർ. കേരള സർക്കാർ വട്ടപൂജ്യമാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നത് മുഖ്യമന്ത്രിയുടെ സ്വപ്നം മാത്രമെന്നും ഖുശ്ബു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം തൃശൂർ കോർപ്പറേഷനിലെ റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഖുശ്ബു. We are really hoping that we'll get good numbers, and with the kind of work, especially in this area, what Suresh Gopiji, being the MP and the MOS, has been doing for his constituency, I wouldn't say that I would look at his winning as a stepping stone. I would say that it is giving a huge support to the entire BJP government and to the dreams of our Prime Minister Narendra Modi sir, the kind of dreams he has for the entire country, and Kerala being part of India. It's one of the most progressive state, and that is how we would like to look at it, with 100% literacy. If the governing work is being done, then we can evaluate. When there's absolutely zero work being done, then you can't evaluate. You just have to have a thinking mind as to what next. ഈ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളുമില്ല, പോസ്റ്ററുകളും ചുവരെഴുത്തുകളുമില്ല, അനൗൺസ്മെന്റ് വാഹനങ്ങളുമില്ല. കോട്ടയം നഗരസഭ 35-ാം വാർഡിൽ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന K. ശങ്കരനാണ് സ്ഥാനാർത്ഥികളിൽ ഈ വ്യത്യസ്തൻ. പ്രചാരണ ചിലവിലേക്കുള്ള തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുകയാണ് യോഗാചരനായ K. ശങ്കരൻ. ഇപ്രാവശ്യം ഈ ഫ്ലെക്സും ബോർഡും ബാനറും ഒന്നുമില്ല. നമ്മളെ സംബന്ധിക്കുന്ന ഇതൊന്നും ആവശ്യമില്ല. അപ്പം ബോർഡിനൊക്കെ പൈസ കുറേ ആവും. അപ്പം അത് നമുക്ക് സേവ് ചെയ്താൽ കുറച്ച് ചില ആളുകളുണ്ട്, അവർ ക്യാൻസർ പേഷ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മത്സരിക്കുന്നതായിട്ട് അറിയത്തില്ല. അപ്പോൾ ബോർഡ് ഇല്ലെങ്കിലും അതിൽ പടമൊന്നും കണ്ടില്ലെങ്കിലും ഒരു കുറവും വിചാരിക്കരുത്. വീടുകളിൽ നേരിട്ടെത്തും, വോട്ടർമാരെ കാണും, ഒരു ലഘു നോട്ടീസ് നൽകും. K. ശങ്കരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇത്രമാത്രം. ഇങ്ങനെ പ്രചരണം നടത്തിയാൽ വലിയ തുക ലാഭിക്കാം. ഈ പണം വിനിയോഗിക്കുന്നതാകട്ടെ ജീവകാരുണ്യത്തിനും. എന്താണ് ഒരു സ്ഥാനാർത്ഥിയും പരീക്ഷിക്കാൻ മുതിരാത്ത ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ മറുപടി പറയും. ഇങ്ങനെ ഒരു ആശയം രൂപപ്പെടാൻ കാരണം, ഞാനൊരു 1.5-2 മാസം മുമ്പ് വീടുകൾ സമ്പർക്കം ചെയ്യുന്ന ഒരവസ്ഥയിൽ, ഇലക്ഷന് വേണ്ടിയിട്ടൊന്നുമല്ല, അപ്പോൾ ഒരു വീട്ടിൽ പോയ സമയത്ത് കണ്ട ഒരു കാഴ്ച, ആ കാഴ്ച വളരെ വിഷമമായിരുന്നു. അവിടെ ഒരു കുഞ്ഞ് വളരെ വിഷമത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ സാധിക്കുന്നിടത്തോളം പണം കുറച്ച് ചിലവഴിച്ച് ഇലക്ഷന് മത്സരിക്കണം, എന്നിട്ട് അത് സേവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സർവീസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പരിസ്ഥിതി സംബന്ധമായിട്ട് വളരെയധികം കാര്യങ്ങളിൽ പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാനൊരു യോഗാധ്യാപകനാണ്. ആ നിലയിൽ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ യോഗാ കേന്ദ്രം വഴിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പരിസ്ഥിതി സൗഹൃദമായി മത്സരിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു കാഴ്ചപ്പാടും നമ്മുടെ ദർശനമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് അതിന് നമ്മുടെ പ്രവർത്തകരിൽ നിന്നും വലിയ പിന്തുണയാണ് ഉണ്ടായത്. നഗരസഭയിലേക്ക് ഇത് 3-ാം അംഗമാണ്. കഴിഞ്ഞ 2 തവണയും ജനപ്രതിനിധി തന്നെ. കോട്ടയം നഗരസഭയിൽ BJPയുടെ ആദ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം ശങ്കരനുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോട്ടയം നഗരസഭയിലെ ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറുന്നത്. ഒപ്പം തന്നെ വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ, പദ്ധതികൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ കോട്ടയം നഗരസഭയുടെ പരിധിയിലുള്ള ഏതാണ്ട് 78ഓളം സ്കൂളുകളിൽ, അതിനു മുമ്പ് വരെ ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രം നടത്തിയിരുന്ന പല പ്രോജക്റ്റുകളും മുഴുവൻ സ്കൂളുകളെയും സമഗ്രമായി കണ്ടുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കുടിവെള്ളം കുടിക്കുന്നതിനായിട്ട് എല്ലാ സ്കൂളുകൾക്കും നമ്മൾ വാട്ടർ കൂളർ നൽകാനായിട്ട് സാധിച്ചു. എല്ലാ കുട്ടികളെയും നീന്തൽ പരിശീലനം നടത്തി വേണം 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ പുറത്തു വരേണ്ടത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ അത്തരം വലിയൊരു പ്രോജക്റ്റ്, ഒരു ബഹുവർഷ പ്രോജക്റ്റ് ഉണ്ടാക്കി. സർക്കാർ മാനദണ്ഡം അനുസരിച്ച് 18 സ്കൂളുകളിലും
ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരെ അയക്കാൻ കോട്ടയം നഗരസഭയ്ക്ക് സാധിച്ചു. ലൈബ്രറിയന്മാരെ സർക്കാർ നിയമിക്കുന്നില്ല. പകരം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലൈബ്രറിയന്മാരെ ഈ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും നമ്മൾ നിശ്ചയിച്ചു. അങ്ങനെ ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഗ്രാമുകൾ, പ്രോജക്റ്റുകൾ കോട്ടയം നഗരസഭയിൽ നടത്താനായിട്ട് സാധിച്ചു. ഞാൻ ഈ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പോസ്റ്റർ ഇല്ല, ഒക്കത്തില്ല, നമുക്ക് കുറച്ചെങ്കിലും പോസ്റ്റർ വേണമെന്ന് അടിച്ച് ഞാൻ സംഗതിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ സംഗതി ഞാൻ മറുപടി പറഞ്ഞത്, സ്നേഹയുടെ ഇത്തവണ അങ്ങനെയല്ല പരിപാടി നമ്മൾ നടത്തുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞത് കുറച്ച് നമുക്ക് ഒരു ഓഫീസിൽ കുറച്ച് പോസ്റ്റർ, ഒരു പ്രധാന കവലകളിലൊക്കെ ഒരു പോസ്റ്റർ വെക്കണമെന്നില്ല, ഇതിൽ ഒന്നും തന്നെ നമ്മൾ വെക്കുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനകീയരായിട്ടുള്ള ആളുകൾ ഉണ്ടായി വരണം. കൂടുതൽ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ള, അതൊരു ദൈവകാര്യം പോലെ ഈശ്വരകാര്യം പോലെ ചെയ്യുന്നവരുണ്ടായി വരണം. അപ്പോൾ അതിനൊരു പ്രേരണയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ജനങ്ങളോട് കൂടുതൽ ഇടപെടാനുള്ള ഒരു പ്രേരണ മറ്റുള്ളവർക്കും കൂടി കിട്ടും. ജനം, കോട്ടയം. കൊച്ചിയുടെ നഗരഹൃദയം ഇത്തവണയും സ്വന്തമാക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഹിന്ദിയിലും ചുവരെഴുത്തുകൾ നടത്തിയിരിക്കുകയാണ്. 4ാം തവണയും പോരാട്ടത്തിനിറങ്ങിയ സുധാ ദിലീപ് കുമാറിനാണ് ഹിന്ദിയിലുള്ള ചുവരെഴുത്തുകൾ BJP ചെയ്തിരിക്കുന്നത്. ഉത്തരേന്ത്യക്കാരായ നിരവധി വോട്ടർമാരുള്ളതുകൊണ്ടാണ് ഹിന്ദിയിലുള്ള ഈ ചുവരെഴുത്ത്. കൊച്ചി നഗരത്തിൽ TD റോഡിൽ ഹിന്ദിയിൽ ചുവരെഴുത്തുകൾ കണ്ടാൽ ആശ്ചര്യപ്പെടേണ്ട. എല്ലാ പ്രചാരണ മാർഗങ്ങളും സജീവമാക്കി വോട്ട് തേടുന്ന NDA എറണാകുളം സെൻട്രൽ ഡിവിഷൻ സ്ഥാനാർത്ഥി സുധാ ദിലീപ് കുമാറിനായുള്ള ചുവരെഴുത്തുകളാണിത്. ഉത്തരേന്ത്യക്കാരായ നിരവധി വോട്ടർമാർ ഡിവിഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കൂടി വായിക്കാനാണ് ഹിന്ദിയിലെ ചുവരെഴുത്ത്. എന്നും BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഹൃദയത്തിലേറ്റുന്ന ഇവരുടെ മനസ്സുകളിലേക്കുള്ള വഴി കൂടിയാണ് ഈ ചുവരെഴുത്തുകൾ. 3 വിജയങ്ങളുടെ തുടർച്ചയായി 4ാമതും അംഗത്തിനിറങ്ങുന്ന സുധാ ദിലീപ് കുമാർ ശുഭപ്രതീക്ഷയിലാണ്. നമ്മുടെ ഡിവിഷനിൽ ഇപ്പം ധാരാളം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന വ്യാപാരികളുണ്ട്. അവരിൽ പലരും നമ്മുടെ വോട്ടർമാരാണ്. അപ്പം നമ്മുടെ പരിപാടികളുമായി വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു ആശയമായിരുന്നു ഹിന്ദിയിലൊരു ചുമരെഴുത്ത് എഴുതിയാൽ എങ്ങനെയാണ്. അത് അങ്ങനെ അവരെയും കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ചുമരെഴുത്ത് നടത്തിയത്. ഡിവിഷനിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒരിക്കൽ കൂടി വിജയം നൽകുമെന്ന ഉറപ്പിൽ വീടുകളിൽ സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. UDFിലെ മനു ജേക്കബും LDFിലെ NS ഭാഗ്യലക്ഷ്മിയുമാണ് എതിരാളികൾ. ജനം, കൊച്ചി. തലശ്ശേരി വികസന വേദിയുടെ ഓപ്പൺ ഫോറം ചർച്ചയ്ക്ക് അപ്രതീക്ഷിത വിലക്കെന്ന ആരോപണം. തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താൻ നിശ്ചയിച്ച പരിപാടിക്കാണ് ഈ അവസാന നിമിഷം അനുമതി നിഷേധിച്ചത്. സ്ഥലം MLA ആയ സ്പീക്കർ AN ഷംസീറിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ അധികൃതർ അനുമതി നിഷേധിച്ചതെന്നാണ് ആരോപണം. തലശ്ശേരി നഗരസഭയിലെ ഇടത് ഭരണത്തെ പറ്റിയുള്ള സ്വതന്ത്ര സംഘടനയുടെ പൊതുചർച്ച തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ഇന്ന് രാവിലെ തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് തലശ്ശേരി വികസന വേദിയുടെ ഓപ്പൺ ഫോറം ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ഇതിനായി വികസന വേദിയുടെ അംഗങ്ങൾ എല്ലാ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളെയും ക്ഷണിച്ചു. ഇതിനിടയിലാണ് പെട്ടെന്ന് സ്കൂൾ അധികൃതർ പരിപാടി നടത്താൻ പാടില്ല എന്ന വിവരം വികസന വേദിയുടെ അംഗങ്ങളെ അറിയിച്ചത്. സ്പീക്കർ AN ഷംസീറിന്റെയും നഗരസഭാ ചെയർപേഴ്സന്റെയും ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് അനുമതി നിഷേധിച്ചതെന്നാണ് ആരോപണം. കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് നമ്മുടെ തന്നെ ആളായിട്ടുള്ള ദിലീപ് മാസ്റ്ററും നമ്മളൊക്കെ പോയിട്ട് അവിടെ ഹെഡ് മിസ്ട്രസിനെ കണ്ടു, പ്രിൻസിപ്പാളിനെ കണ്ടു. അതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണിന് ഒരു കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു, അവർക്കും കൊടുത്തു. നമ്മൾ ഇന്നലെ അവിടെ വാടക സാധനങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇന്നലെ രാത്രി 9 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ബാനറൊക്കെ തൂക്കി സ്റ്റേജ് കർട്ടനൊക്കെ കെട്ടി കസേരയോ ജനറേറ്ററൊക്കെ കൊണ്ടുവച്ചത്. ഇന്ന് രാവിലെയും അവിടുത്തെ വർക്ക് എത്തി. നമ്മൾ രാവിലെ 8 മണിക്കെത്തി. ഇതിൻ്റെ മോഡറേറ്ററായിട്ട് ഡോക്ടർ രാജീവ് നമ്പ്യാറാണ്. അതേപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ നിശ്ചയിച്ചത് KK മാരാർ. അവരും ഏകദേശം എല്ലാവരും എത്തുന്ന സമയത്താണ് ഈ പരിപാടി നടത്താൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. സ്കൂൾ അധികൃതരുടെ മേലെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മുനിസിപ്പൽ ഓഫീസിൽ നിന്നും സ്പീക്കർ ഓഫീസിൽ നിന്നും ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള അറിയാൻ കഴിഞ്ഞത്. നഗരസഭയുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് വിലയിരുത്തപ്പെടും എന്നതിനാലാണ് അവസാന നിമിഷം സ്പീക്കറുടെ ഓഫീസ് ഇടപെട്ട്
ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് BJP രംഗത്തെത്തി. അവർക്ക് ആശയം പറയാനില്ല, അവർക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പൊതുസമൂഹ മണ്ഡലത്തിൽ മുഴച്ചു നിൽക്കരുത്. ഇതിനാരും മുന്നോട്ട് വരണ്ട. ഞങ്ങൾ വികസന വിരോധികളാണ്, ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കണം എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ഈ ഒരു ഔദ്യോഗിക തലത്തിൽ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൽ തലശ്ശേരി ജനത ഇത് മനസ്സിലാക്കും. ഈ വികസന വിരോധികളെ മാറ്റി നിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ജനം, കണ്ണൂർ. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഇനി അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് കാണാം ജനം TVയുടെ ജനസഭ.